അല്ല ലൂസി, ഇതെന്തോന്ന് കോലം? ആകെ കൂടെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ലൂസി, ആർ യു ഓക്കെ ലൂസി? നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനില്ലേ. ബട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല ലൂസി. ദേ നോക്കിയേ, നിന്റെ മുഖമൊക്കെ എങ്ങനെ ഡള്ളായിട്ടിരിക്കണെന്ന്. എവിടെ നോക്കട്ടെ. അല്ല, നിന്റെ ഫ്രണ്ട് നിന്റെ മുഖം ഡള്ളായിരിക്കണെന്ന് പറയണേ. അപ്പൊ പിന്നെ അത് കേട്ടിട്ട് എങ്ങനെ എനിക്ക് വെറുതെ പോവാൻ പറ്റും? എന്റെ ലൂസി ഡള്ളായിരുന്ന ജിമ്മിന് സഹിക്കാൻ പറ്റുമോ? എന്റെ ലൂസിന്റെ മുഖത്ത് ഡൾനെസ്സോ? ഇതെങ്ങനെ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റും? എന്റെ ഡൾനെസ്സൊക്കെ ഇപ്പൊ ഞാൻ മാറ്റി തരാട്ടോ. ഓ, ഞാൻ അവളെ കൂടെ ക്ലോസ് ആയിട്ട് നിന്ന് അവനെ ദേഷ്യം പിടിപ്പിക്കാന്ന് വിചാരിക്കുമ്പം ഇവന് എനിക്ക് തന്നെ തിരിച്ചു പണിയാണല്ലോ. ജിം, ഇപ്പൊ നോക്കിയ മാക്സ്, അവളെ മൊത്തത്തെ ഡൾനെസ് ഒക്കെ പോയില്ലേ? ഇനിയിപ്പോ പോയില്ലെന്ന് പറഞ്ഞാ ഇതിനെക്കൊട്ട് അപ്പുറം അവൻ എന്തെങ്കിലും ഒപ്പിക്കും. അതുകൊണ്ട് തൽക്കാലം അവന്റെ വഴിക്ക് തന്നെ പോയി അവനെ ലോക്ക് ചെയ്യാം. എന്താ മാക്സ്, നീയൊന്നും മറുപടി പറയാത്തേ? അപ്പോ അവൾ ഇപ്പോഴും മൂഡ് ഓഫ് തന്നെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? നിക്ക്, അവളെ എങ്ങനെ ഹാപ്പി ആക്കണമെന്ന് എനിക്കറിയാം. ഒരു 2 സെക്കൻഡ്. അതൊന്നും വേണ്ട. ഇപ്പൊ അവള് ഹാപ്പിയാ. വന്നപ്പോ അവളെന്തോ സാഡ് ആയിട്ട് ഇരുന്ന പോലെ തോന്നി. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ അവള് നീ വന്നപ്പം ഹാപ്പി ആയി അല്ലേ ലൂസി? അത് എനിക്ക് ജിം വന്നപ്പോഴാ മനസ്സിലായേ. അതുവരെ പെട്ടെന്ന് കണ്ടപ്പോഴേ നീ എന്തോ സാഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അതാ ജിമ്മിനായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോ നീ ഓക്കെ അല്ലേ? അതെന്ത് ചോദ്യം മാക്സ്? ഞാൻ ഇവിടെ ഉള്ളപ്പം അവള് ഇപ്പോഴൊന്നല്ല എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ല ലൂസി? എന്നാലും വെറുതെ പറയാൻ പാടില്ല ലൂസി. നിനക്ക് മാക്സിനെ പോലത്തൊരു ഫ്രണ്ട് കിട്ടിയതേ നിന്റെ ഭാഗ്യവാ. അതെന്തേ ജിം അങ്ങനെ പറഞ്ഞേ? അല്ല, അവളെ മുഖം ഒന്ന് സാഡായപ്പം നീ അങ്ങ് പതറി പോയില്ലയോ? ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഈ കാലത്ത് കിട്ടലുണ്ടോ? ഇതൊക്കെ റേറ് മെറ്റീരിയൽ അല്ലയോ മാക്സേ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. താങ്ക്സ്. അല്ല, വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ അത് പിന്നെ മാരേജ് കഴിഞ്ഞ ശേഷം നിന്നെ കണ്ടില്ലല്ലോ. നിന്നെ കാണാണ്ട് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. അതാ നിന്നെ കണ്ടിട്ട് പോവാലോന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പോ അവളാണോ സർപ്രൈസ് ആയത് അതോ നീയോ? എനിക്ക് കോളേജില് ഒരാവശ്യത്തിന് വേണ്ടി പോവാനുണ്ട്. സോ നിന്നെ കണ്ടിട്ട് നേരെ കോളേജിലേക്ക് പോവാന്ന് വിചാരിച്ച് വന്നതാ. എന്നാ ഓക്കെ ലൂസി, നമുക്ക് പിന്നെ കാണാം. ബൈ. ജിം, ഞാൻ പോയിട്ട് വരാം. എല്ലാ ദിവസവും ലഞ്ച് ടൈമിന്റെ ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും നീ വന്ന് എന്നെ വിളിക്കാറുണ്ടല്ലോ. ഇന്ന് നിന്നെ കണ്ടില്ല. അതാ ഞാൻ നിന്റെ ക്യാബിനിലേക്ക് പോന്നേ. എന്തേ, പോവാ നമുക്ക്? അത് മീര, എനിക്കിന്ന് ഫുഡൊന്നും വേണ്ട. നീ പോയി കഴിച്ചോ. വയടേ, എന്താ പറ്റി? എന്തേ, നിനക്കെന്തെങ്കിലും വയ്യായിട്ടുണ്ടോ? അത് പിന്നെ ചെറിയൊരു തലവേദനയും ചെറുതായിട്ട് ഫീവറും. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. വായൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞേ, നീ പോയി കഴിച്ചോ. കണ്ടിട്ട് ചെറിയ ഫീവർ ഒന്നും തോന്നില്ലല്ലോ. അല്ല, നിനക്കെന്തേ തീരെ വയ്യടി? നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നേ. അല്ലടി, അതിന് മാത്രമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഫീവർ, നല്ല ക്ഷീണം പോലെ. അതാ നീ ചെല്ല്, ടൈം വെറുതെ കളയണ്ട. പോയി ഫുഡ് കഴിച്ചോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നീ എന്ന് തന്നെ വന്നാലും ഫുഡ് ഒരു നേരം പോലും സ്കിപ്പ് ആക്കാത്ത ആളാ. അപ്പൊ പിന്നെ ഇന്ന് നീ ഫുഡ് വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് നിനക്ക് വയ്യ. അതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നേ. വാ, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇവിടെ അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അതൊന്നും വേണ്ടടി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചതാ. അത് തനതാനെ മാറിക്കോളും. നീ പോയി കഴിക്കാൻ നോക്ക്. നിന്റെ ടൈം വെറുതെ പോക്കണ്ട. എനിക്ക് എപ്പോഴും ഫുഡിന് കമ്പനി തന്നെ നീയാ. ഇപ്പൊ നീ ഇല്ലാതെ കഴിക്കാൻ എനിക്ക് എന്തോ പോലെ. എനിക്കും കാര്യമായിട്ട് വിശക്കൊന്നുമില്ല. അതുകൊണ്ടേ വാ, നമുക്ക് ഉള്ള സമയം കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം. വേഗം വാന്നേ. അയ്യോ വേണ്ട മീര, കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓക്കെയാ. നീ ചെല്ലേ, പോയി ഇരുന്ന് കഴിക്കാൻ നോക്ക്. ഞാനാണെങ്കിൽ ഈവനിങ് വീട്ടിൽ പോവും. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. എന്തായാലും 9:30 വരെ പണിയെടുക്കണ്ടേ.
അപ്പൊ പിന്നെ നിനക്ക് കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെ? വേഗം ചെല്ലേ, പോയി കഴിച്ചോ. എടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശപ്പൊന്നുമില്ല. പിന്നെ അഥവാ എനിക്ക് വിശക്കുവാണെങ്കിൽ ടീ ടൈം പോയിട്ട് വല്ല നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഒക്കെ കഴിച്ചോളാന്നേ. നൈറ്റ് വരെ എനിക്ക് ടൈം ഉണ്ടല്ലോ. പക്ഷെ നിനക്ക് അങ്ങനെയാണോ? നോക്കിയേ, ഇപ്പൊ തന്നെ നല്ലോണം വല്ലാണ്ടിരിക്കുന്ന പോലെ ഉണ്ട്. നീ ഒന്ന് വന്നേ, നമുക്കൊന്ന് പോയി കാണിച്ചിട്ട് വരാം. വേണ്ട മീര, അതൊന്നും വേണ്ട. ഞാൻ പറയണൊന്ന് കേക്ക്, നീ ചെല്ലേ. മീര, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ? ഇത് നിങ്ങളെ ലഞ്ച് ബ്രേക്ക് അല്ലേ? കഴിക്കാൻ പോവാ സർ. അതിനു മുന്നേ ക്ലാരനെ കൂട്ടിക്കൊണ്ടാന്ന് വിചാരിച്ച് വന്നതാ. എന്നിട്ട് അത് പിന്നെ സർ, അവക്ക് നല്ല ഫീവർ ഉള്ളോണ്ട് ഫുഡൊന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതാ, എനിക്ക് എന്തായാലും വിശപ്പൊന്നുമില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി കാണിച്ചിട്ട് വരാന്ന് വിചാരിച്ച് വിളിക്കായിരുന്നു. അവളാണെങ്കിൽ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ അവൾ ഓക്കെ ആയിരിക്കും. ഒന്നാമത് അവൾ ഈവനിങ് ആകുമ്പോൾ ഓഫീസ് വിട്ട് പോവല്ലോ. അപ്പൊ പോവാൻ നേരത്ത് അവൾ കാണിച്ചോളും. നീ ഇപ്പൊ തൽക്കാലം നിന്റെ ഫുഡ് കഴിക്കാൻ നോക്ക്. അതായത് നിനക്ക് 9:30 വരെയല്ലേ വർക്ക് ഉള്ളത്. അപ്പൊ പിന്നെ ഒന്നും കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. സോ ചെല്ലേ. അല്ല സർ, അത് പിന്നെ അവക്ക് തീരെ വയ്യാന്ന് തോന്നുന്നേ. അതുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അഥവാ അവൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ അവൾ എന്നോട് പറയത്തില്ലേ? അവൾ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അവളിപ്പോ ഓക്കെ ആണെന്നാണ് അർത്ഥം. അപ്പോ താൻ വെറുതെ സമയം കളയാണ്ട് ചെല്ലാൻ നോക്ക്. ചെന്ന് ഫുഡ് കഴിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യ്. ഓക്കെ സർ. ക്ലാര, നീ ചെല്ല് മീര. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓക്കെയാ. നീ പോയിട്ട് ഫുഡ് കഴിക്കാൻ നോക്ക്. ഓക്കെ ഡേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യട്ടോ. ഓക്കെ. ഇനി എന്താ നോക്കി നിക്കുന്നേ? അത് പിന്നെ ഫുഡ് കഴിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ ഇന്നൊന്ന് സമയം വേസ്റ്റ് ചെയ്യുന്നേ? ചെല്ല്, ചെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫയലൊക്കെ കംപ്ലീറ്റ് ചെയ്യ്. ഓക്കെ സർ. കിം, നീ ഇപ്പൊ ചെയ്യണത് ഒട്ടും ശരിയല്ലേ കിം? അവളെ കണ്ടാ തന്നെ അറിയാം അവളൊട്ടും ഓക്കെ അല്ലെന്ന്. അവള് നിന്റെ ശത്രുവൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തില് നീ അവളെ റിവെഞ്ച് എടുക്കണം വിചാരിച്ചാ അതൊട്ടും ശരിയുള്ള കാര്യമല്ല. അവളെ കണ്ടാ തന്നെ അറിയാം അവള് ഹെൽത്തില് ഒട്ടും ഓക്കെ അല്ലെന്ന്. ഈ ഒരു ടൈമില് നീ അവളെ കൂടെ വേണം നിക്കാൻ. അല്ലാതെ ഈ ഒരു സാഹചര്യം മുതലെടുക്കല്ലേ വേണ്ടത്. കണ്ണൊക്കെ അങ്ങ് മങ്ങലിക്കുവാണല്ലോ. തലൊക്കെ കറങ്ങുന്ന പോലുണ്ട്. ക്ലാര, കണ്ണു തുറക്ക്. ക്ലാര, ഇങ്ങോട്ട് നോക്ക്. ക്ലാര, ക്ലാര, വാച്ച്മാൻ. ചേച്ചി, ട്രാവലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആയിരുന്നടേ. അല്ല, നീ ഒരാഴ്ച എന്നെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചോദിച്ചാ ചേച്ചിനെ മിസ് ചെയ്തെന്ന് അറിയത്തില്ല. പക്ഷെ നിഷക്കുട്ടിനെ വല്ലാണ്ട് മിസ് ചെയ്തായിരുന്നു. ഓഹോ, അങ്ങനെ. ആയിക്കോട്ടെ. ചുമ്മാ പറഞ്ഞതാടി ചേച്ചി. ഞാൻ ചേച്ചിനെയും വല്ലാണ്ട് മിസ് ചെയ്തായിരുന്നു. അല്ല, അതൊക്കെ പോട്ടെ, ട്രിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേന്ന് ചോദിച്ചാ എനിക്ക് അടിപൊളിയൊന്നും ആയിട്ടില്ല. കാരണം നമ്മൾ പോയത് ഓഫീസിന്റെ വർക്കിന്റെ കാര്യത്തിനല്ലേ. അപ്പൊ പിന്നെ ആ പണികളൊക്കെ നടന്നായിരുന്നു. പിന്നെ നിഷക്കുട്ടി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അവൾ ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരുന്നു പോയോണ്ടിരുന്നേ. പാർക്ക്, ബീച്ച്, അങ്ങനെ ചുറ്റി കാണാത്തതായിട്ട് ഒരു സ്ഥലം ബാലൻസ് ഇല്ല. അത് ശരി. അല്ല ലൂസി, നീ ഇവിടെ ഓക്കെ അല്ലേ? നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? എന്താ പ്രശ്നം ചേച്ചി? ചേച്ചി ഇവിടെ ഉണ്ടാവുമ്പോ എനിക്ക് എന്താ പ്രശ്നം? ഞാൻ ഓക്കെ ആണേ. അല്ലടി, ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോ ജിമ്മിന്റെ അമ്മയെങ്ങാനും എന്തെങ്കിലും പറഞ്ഞോന്ന്? ഹേയ്, അങ്ങനൊന്നുമില്ല ചേച്ചി. ചേച്ചി പേടിക്കുന്ന പോലെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അല്ലടി, ഞാൻ സങ്കടപ്പെടുന്നോർത്ത് നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാ ചോദിക്കുന്നേ. എന്തുണ്ടെങ്കിലും ചേച്ചിയോട് ഓപ്പൺ ആയിട്ട് പറ. എന്റെ ജെയ്സന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹേയ്, ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല ചേച്ചി. അങ്ങനെ എന്തെങ്കിലും ഞാൻ ചേച്ചിനോട് പറയത്തില്ലായിരുന്നോ? അല്ലെങ്കിലും ചേച്ചി ഇവിടെ ഉണ്ടാവുമ്പോ എനിക്കെന്ത് കുഴപ്പം? ചേച്ചി ഉള്ളോടത്തോളം കാലം എനിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുന്നേ. അപ്പോ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാ എന്റെ ലൂസിന്റെ അവസ്ഥ? കർത്താവേ, 6 മാസത്തിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാ എന്റെ ലൂസി എങ്ങനെ ഇവിടെ നിൽക്കും? എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവൾ ആരോട് പറയും? ഞാനുള്ള ധൈര്യത്തിലാ അവളിപ്പോ ആശ്വാസമായിട്ടിരിക്കുന്നേ. ഇപ്പോ ഞാനും കൂടെ അവളെ ലൈഫ് ഒന്ന് പോവാന്ന് അറിഞ്ഞ അത് അവളെ കൊണ്ട് എങ്ങനെ താങ്ങാൻ പറ്റും? കാരണം അമ്മന്റെ വേർപാട് എന്നെ അവൾ ഒരുപാട് തളർത്തിയതാ. ഇനി ഞാനും അവളെ ലൈഫ് ഒന്ന് ഇറങ്ങി പോകുന്ന അറിഞ്ഞ അവൾ അത് കൂടെ തകർന്നു പോവില്ല കർത്താവേ. പക്ഷെ അത് കരുതി ഞാൻ ഇവിടെ തന്നെ ലൈഫ് ലോങ് നിന്ന് ജെയ്സന്റെ ലൈഫും തകർക്കാൻ തയ്യാറല്ല. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. സോറി ലൂസി, ഈ ചേച്ചിനോട് ക്ഷമിക്ക്.
ചേച്ചി വേണമെന്ന് വെച്ച് ചെയ്യണതല്ല. പക്ഷെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കാരണം പാവം ജെയ്സന്റെ ലൈഫ് സ്പോയിൽ ആവണത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ. എന്താ ചേച്ചി എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നേ? ഹേയ് ഒന്നുമില്ലടി, ട്രാവലൊക്കെ ചെയ്തു വന്നോണ്ടേ എന്താന്നറിയില്ല തലയൊക്കെ നല്ലോണം വേദനിക്കുന്നേ. ഞാൻ എന്നാലേ നിശക്കുട്ടി ഉറങ്ങണ ക്യാപ്പില് കുറച്ചേരം ഞാനും പോയി കിടന്നുറങ്ങട്ടെ, എന്നാലേ ക്ഷീണമൊക്കെ ഒന്ന് മാറുള്ളൂ. ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ എന്തെങ്കിലും ചേച്ചിക്ക് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാം. അത് കുടിച്ചിട്ട് പോയി കിടന്നോ, അതാകുമ്പോ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ഹേയ് അതൊന്നും വേണ്ടടാ, ഞാന് വരുമ്പോ തന്നെ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാ വന്നേ. ഞാൻ കുറച്ചേരം പോയി ഒന്ന് കിടക്കട്ടെ കേട്ടോ. ചേച്ചി ചേച്ചി ചേച്ചിക്ക് വേണ്ടി മാത്രം ഈ ലൂസി ഇവിടെ പിടിച്ചു നിൽക്കുന്നേ. അല്ലെങ്കിൽ ജിമ്മിന് ചതിച്ചെന്നറിഞ്ഞ ആ നിമിഷം തന്നെ അവന്റെ ലൈഫിൽ നിന്ന് എന്നേക്കായിട്ട് ഇറങ്ങിപ്പോയേനെ. ഇപ്പൊ ഞാൻ ജിമ്മിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊറ്റൊരു കാരണം ചേച്ചിയാ, ചേച്ചി മാത്രം. ചേച്ചിക്ക് വേണ്ടിയും നിശക്കുട്ടിക്ക് വേണ്ടി മാത്രം ഈ ലൂസി ഇവിടെ പിടിച്ചു നിൽക്കുന്നേ. ചേച്ചി എന്നും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അത് മാത്രം മതി എനിക്ക്. ഇനി അങ്ങോട്ട് വേറെ ഒന്നും വേണ്ട എനിക്ക്. ലൂസി സോറി ലൂസി, ചേച്ചിനോട് ക്ഷമിക്ക്. ചേച്ചിക്ക് വേറൊരു വഴിയില്ലാത്തോണ്ടാ. എന്തായാലും എനിക്കിത് ചെയ്തേ പറ്റുള്ളടി. ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ഡിയർ വൈഫ്. നോ നോ നോ, കണ്ണെന്ന് കൈയെടുക്കല്ലേ. അങ്ങനെ തന്നെ എണീച്ച് ഞാൻ കൊണ്ടുപോണ സ്ഥലത്തേക്ക് വാ. നിന്നോട് വരാനാ പറഞ്ഞേ, എണീക്ക്. എണീക്ക് ലൂസി, നിന്നോടാ വരാൻ പറഞ്ഞേ, എണീച്ച് വാ.